ബാഗേജ് തർക്കത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയുടെ യാത്ര മുടങ്ങിയതായ ഒരു ആരോപണം. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ജോർജിയയിലേക്കായിരുന്നു പുറപ്പെടേണ്ടിയിരുന്നത്. കിളിമാനൂർ സ്വദേശി ആദർശിന്റെ യാത്രയാണ്, MBBS സ്റ്റുഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ യാത്രയാണ് മുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പാരൻസ് ആണ് നമുക്കിപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചത്? എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് 5:10 എയർ അറേബ്യ ഫ്ലൈറ്റ് ആയിരുന്നു. തിരുവനന്തപുരം, അബുദാബി, തിബിലിസി, ജോർജിയ, അവിടെ അങ്ങനെയായിരുന്നു ഷെഡ്യൂൾ ഫ്ലൈറ്റിൻ്റെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത് ബാഗേജ് കൊടുത്തപ്പോൾ പറഞ്ഞു അത് ബാഗേജ് 26 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. 30 കിലോ ആയിരുന്നു മാക്സിമം കൊണ്ടുപോകുന്ന ലഗേജിൽ കൊണ്ടുപോകുന്നത്. 26 കിലോ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ഹാൻഡ് ബാഗേജ് 9 കിലോ ആയിരുന്നു. മോൻ വെക്കേഷന് വന്ന സമയത്ത് ഉപയോഗിച്ച് കൊണ്ടുവന്ന ട്രോളി ബാഗാണ് ഹാൻഡ് ബാഗേജായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെന്നാൽ ഫ്ലൈറ്റിൽ ഉള്ളിൽ കൊണ്ടുപോകണ്ട, ലഗേജ് കൂടെ ഇടാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, 10,800 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരു പാസഞ്ചർ തന്നെ ഹെൽപ്പ് ചെയ്ത് ഒരു ബാഗ് തന്ന് അതിൻ്റെ അകത്ത് കുറേ ഡ്രസ്സുകളായിരുന്നു മോൻ്റെ. ആ ഡ്രസ്സെല്ലാം എടുത്ത് പകുതി ഡ്രസ്സ് എടുത്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾ എയർപോർട്ട് മാനേജറോട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പുള്ളി അവരോട് വിളിച്ച് സംസാരിച്ചപ്പോഴും അവരങ്ങനെ തന്നെ ഒരു അരഗൻ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് നിന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു ഒരു ബാഗ് ഇവിടെ നിന്ന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നും ബാഗൊന്നും കിട്ടാനില്ല പുറത്ത്. അപ്പോൾ പുള്ളി ഒരു ബാഗ് എനിക്ക് ആരോടോ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. ഒരു ബാഗ് ഇൻ ദ സെൻസ് ഒരു കവർ പോലെ. അപ്പോൾ അതങ്ങനെ ഓപ്പണായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതൊന്നുമില്ല. അപ്പോൾ അതൊന്ന് റാപ്പ് ചെയ്ത് മോൻ്റെ കയ്യിരുന്ന ബാഗും കൂടെ എടുത്ത് രണ്ടും കൂടെ റാപ്പ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ഈ കൗണ്ടറിലിരുന്ന സ്റ്റാഫ് മോനോട് വിളിച്ചിട്ട് പറഞ്ഞു എവിടെ പോവാണ്, ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്ത ബോർഡിംഗ് പാസ് പിടിച്ച് മേടിച്ചിട്ട് എമിഗ്രേഷനിലോട്ട് പോവുമായിരുന്നു. പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ഓഫ് ലോഡ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം അവിടെ വെച്ച് ടൈം ഇങ്ങനെ ലാഗ് ചെയ്ത് വേസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ എയർ അറേബ്യയുടെ സ്റ്റാഫിനെയും ഈ എയർപോർട്ട് മാനേജറുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഓഫീസിലുണ്ടായിരുന്ന സാറ് വിളിച്ചപ്പോൾ അവരും പറഞ്ഞു ഓഫ് ലോഡൊന്നും ചെയ്യത്തില്ല, ഞാനറിയാതെ ഓഫ് ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ മോനോട് കൗണ്ടർ സ്റ്റാഫ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഓഫ് ലോഡ് ചെയ്യാൻ പോവാണ്, ഓഫ് ലോഡ് ചെയ്യുവാണോ എന്ന് പറഞ്ഞു. ഫൈനലി അവർ ഓഫ് ലോഡ് ചെയ്തു. ഇവരെല്ലാവരും തന്നെ സർപ്രൈസിങ് ആയിപ്പോയായിരുന്നു. ഈവൻ എയർപോർട്ട് മാനേജരും മറ്റേ സ്റ്റാഫും ഒക്കെ ആരും അറിഞ്ഞില്ല ഓഫ് ലോഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിങ് നടക്കുന്നു എന്നുള്ളത്. അവർ ഓഫ് ലോഡ് ചെയ്തു. അതിനുശേഷം മോനെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബാഗേജ് റിസീവ് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൗണ്ടർ സ്റ്റാഫ് തന്നെ ബാഗേജ് കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അതവൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തതിൻ്റെ. പിന്നെ സെക്യൂരിറ്റീൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇറങ്ങണ്ട, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇവിടെ ഉള്ള സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ ഇവിടെ ഇരുന്നവർ എല്ലാവരും പറയുന്നത് ബോർഡിംഗ് ഗേറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇമിഗ്രേഷനൊന്നും ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ ഓഫ് ലോഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇത്രയും ഒരു നിസ്സാര കാര്യത്തിന് ബോർഡിംഗ് ഗേറ്റിൽ ചെല്ലുമ്പോൾ ഈ ലഗേജ് അവർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അവർക്ക് ട്രാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു യാത്രക്കാരൻ്റെ യാത്ര മുടക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും യാത്രയാണ്. ഇതിപ്പോൾ മോന് പരാതിപ്പെട്ടിരുന്നു എവിടെയെങ്കിലും? ഇല്ല, രേഖാമൂലം ഞങ്ങൾ ഇതുവരെയും പരാതിപ്പെട്ടില്ല. ഇപ്പോൾ എയർ അറേബ്യയുടെ സൈറ്റിലേക്ക് മോനൊരു ഒരു പരാതി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി, ഇവിടെ എയർപോർട്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന ഈ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോവുകയാണ്. അപ്പോഴാണ് വന്നത്. ഇനി എന്താ മുന്നോട്ട് ഞങ്ങൾക്ക് കുട്ടിയെ കയറ്റിവിടണം. കാരണം 5 വർഷം കോഴ്സ് കഴിഞ്ഞ് ഹൗസ് സർജൻസിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള അറിയിപ്പ് വന്നിട്ടാണ് മോൻ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത ടിക്കറ്റുമാണിത്. അതുകൊണ്ട് നല്ല ഹൈ റേറ്റിലാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഇത് റീഫണ്ടബിളും അല്ല അങ്ങനെ എടുത്തതുകൊണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് നാളെ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ടിക്കറ്റ് റീ ഇഷ്യൂ ചെയ്ത് കുട്ടിയെ അവിടെ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതാണ് ഇവരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് മകനെ ടിക്കറ്റ് റീ ഇഷ്യൂ ചെയ്ത് ജോർജിയയിലേക്ക് പോകാൻ സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.